പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത്, അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ലഭിക്കാത്ത മകൾ ഭാഗ്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് എനിക്ക് നൽകി നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാനുള്ള വിലയേറിയ ഭാഗ്യം സ്വർഗത്തിലെ അപ്പൻ എനിക്ക് ആമേൻ ഒരുക്കി തന്നു. എന്നെപ്പോലുള്ള അനേക സമശിഷ്ടങ്ങൾ, ഒത്തിരി പേർ പലവിധ അപകടങ്ങളിലും ആപത്തുകളിലും പ്രതിസന്ധികളിലും ഒത്തിരി പേർ തകർന്ന തരിപ്പണമായിരിക്കുമ്പോൾ ആമേൻ കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എന്നെയും എൻ്റെ കുടുംബത്തെയും കർത്താവ് സ്നേഹിച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കഴിവോ മിടുക്കോ യോഗ്യതകളോ ഞങ്ങളുടെ ജീവിതത്തിനകത്തുള്ള മറ്റെന്തെങ്കിലും പറയുവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയ ദൈവമക്കളെ ആമേൻ സന്തോഷത്തോടെ പറയട്ടെ, ഞങ്ങൾ ഇന്നും സീറോയാണ്. പക്ഷേ ആ സീറോയെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ആമേൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുവാൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സീറോയ്ക്കകത്തിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ നീ സീറോ ആയിരിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നീ സീറോയ്ക്കകത്ത് കിടക്കുന്നത് നല്ലതാണ്. കാരണം ഈ സീറോയ്ക്കകത്ത് നീ പഠിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നീ തിരിച്ചറിയുന്ന ഒത്തിരി ദൈവിക കരുതലുകളുണ്ട്, ഒത്തിരി ദൈവിക സാന്നിധ്യമുണ്ട്. ആമേൻ ഈ സീറോയെ ആമേൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും മൂല്യമുള്ളൊരു സംഖ്യയാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ തള്ളിക്കളഞ്ഞ നിന്നെ, ആർക്കും വേണ്ടാത്ത നിന്നെ, വെറും പറമ്പിൽ കിടക്കുന്ന നിന്നെ ആമേൻ ഹല്ലേലൂയ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. എൻ്റെ കർത്താവിന് നിൻ്റെ ജീവിതത്തിനകത്ത് ചിലത് ചെയ്തെടുക്കുവാനുണ്ട്. നമ്മുടെ കർത്താവ് വലിയവനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണുവാൻ ഇന്ന് തയ്യാറാണെങ്കിൽ ആമേൻ നിശ്ചയമായി പറയട്ടെ, ആമേൻ നീ ഒറ്റയ്ക്കല്ല. നിൻ്റെ ജീവിത യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ പ്രതിസന്ധികളിൽ നീ ഒറ്റയ്ക്കല്ല. ആമേൻ കർത്താവ് നിന്നോടൊപ്പം കൂടെയുണ്ട്. നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ സാഹചര്യങ്ങളിലും ഭർത്താവ് ഒരു പക്ഷേ ആമേൻ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, മക്കൾ ഒരു പക്ഷേ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞേക്കാം, ഭാര്യ തള്ളിക്കളഞ്ഞേക്കാം, സുഹൃത്തുക്കൾ തള്ളിക്കളഞ്ഞേക്കാം, ആമേൻ കൂടെ വർക്ക് ചെയ്യുന്നവർ തള്ളിക്കളഞ്ഞേക്കാം. ആമേൻ എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് ഇപ്രകാരം സംസാരിക്കുന്നുണ്ട്. എവിടെയൊക്കെ നീ തള്ളപ്പെട്ട് കിടക്കുന്നു, എവിടെയൊക്കെ നീ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ആരുടെയൊക്കെയോ കണ്ണിൽ ആമേൻ നീ വെറും വേസ്റ്റായി മാറിയിരിക്കുന്നു. ആമേൻ കർത്താവ് പറയുന്നു, ആമേൻ നീ സീറോ ആണെങ്കിൽ ദൈവകരങ്ങളിൽ ഇന്ന് ആമേൻ നീ വീഴുവാനൊന്ന് തയ്യാറാണെങ്കിൽ അപ്പാ നിന്നെ എനിക്ക് വേണം കർത്താവെ, നിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അപ്പൻ്റെ മാർവിടത്തിൽ ഞാൻ ചേരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് നീ ദൈവസന്നിധിയിൽ മുറുകെ പിടിക്കുമെങ്കിൽ നിശ്ചയമായി ഞാൻ പറയട്ടെ, നിന്നെ കർത്താവ് പുറത്ത് കൊണ്ടുവരും. നിന്നെ ഒരു ആമേൻ മൂല്യമുള്ള സംഖ്യയാക്കി. ആമേൻ സീറോ ഒരു മൂല്യമില്ലാത്ത സംഖ്യയൊന്നും അല്ല കേട്ടോ. സീറോയ്ക്ക് മുന്നിൽ ആമേൻ 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 വലിയ സംഖ്യകൾ വന്നാൽ നീയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്, നീയാണ് ഏറ്റവും മാനിക്കപ്പെട്ടത്. അതുകൊണ്ട് വെറും സീറോയ്ക്കകത്ത് വീണെന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടണ്ട. ആമേൻ നീ സീറോയ്ക്കകത്ത് വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട. ആമേൻ ഹല്ലേലൂയ. സീറോ ഇരിക്കാൻ ഒരു അവസരമുണ്ട്. ആമേൻ ഇതൊരു ചാൻസാണ്. യോ റമനഗസിയാം തേനെ ഘടക ശംതറ എനിക്കറിയത്തില്ല. ആമേൻ സീറോയ്ക്കകത്ത് ഇരിക്കാനും ആമേൻ ഒരു അവസരമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആ അവസരം നീ പാഴാക്കി കളയരുത്. ഈ സീറോയെ കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവ പ്രവൃത്തിക്കും കാരണമായി തീർന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ പണിയുവാൻ, ഒത്തിരി ബന്ധനങ്ങളിൽ കിടക്കുന്നവർക്ക് ആശ്വാസമാകുവാൻ, തകർന്നിരിക്കുന്നവരെ ക്ഷീണിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് ദൈവവചനത്തിലൂടെ സഹായിച്ചു. അങ്ങനെയെങ്കിൽ ഇന്നും ആമേൻ നമ്മൾ കേൾക്കുന്ന വചനം, ഇന്നും നമ്മൾ കേൾക്കുന്ന ആലോചനകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആശ്വാസത്തിനും വിടുതലിനും ആമേൻ സൗഖ്യത്തിനും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് സുപരിചിതമായിട്ടുള്ള വചനമാണ് കേട്ടോ. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. മാറാവിടാമാം എനിക്കേശുവുണ്ട്, മാറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മാറം നീടാതി വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, മാറം നീടാതി വീടെന്നെ കരുതിടുവാൻ, മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. പലവിധമാം എതിരുകളൻ പാതയിലടിക്കടി ഉയർന്നിടുമ്പോൾ, പലവിധമാം എതിരുകളൻ
പാതയിലടിക്കടി ഉയർന്നിടുമ്പോൾ പാലിക്കും പരിചോട് പരമനെന്നെ പാതരാതെ നിൽക്കുവാൻ ബലം തരുന്നു പാലിക്കും പരിചോട് പരമനെന്നെ പാതരാതെ നിൽക്കുവാൻ ബലം തരുന്നു മറവിടമാ എനിക്കേശുണ്ട് മറച്ചിടുമാവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ വരികയില്ല അവൻ എന്നെ പിരികയില്ല വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു വാരികയിൽ അവൻ എന്നെ പിരികയില്ല വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു മാറാവിടാമാ എനിക്കേശുണ്ട് ഓ മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് ഓ മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് ഗ്ലോറി മറന്നിടാതിവിടെന്നെ കരുതിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എത്ര പേർക്ക് പറയുവാൻ കഴിയും മറന്നിടാതെ എന്നെ കരുതുന്നൊരു ദൈവമുണ്ട് ആമേൻ എന്നെ മറന്നു കളയാതെ ആമേൻ എന്നെ പോറ്റുന്നൊരു ദൈവമുണ്ട് എന്നെ തള്ളിക്കളയാതെ എന്നെ ചേർത്ത് നിർത്തുന്നൊരു ദൈവമുണ്ട് ഹല്ലേലൂയ എന്നെ അവൻ വഴിയിൽ തള്ളിക്കളയത്തില്ല ആമേൻ എൻ്റെ ജീവിത യാത്രയിൽ ജീവിത പടകിൽ ആമേൻ ഹല്ലേലൂയ ഞാൻ സഞ്ചരിക്കുന്ന എൻ്റെ യാത്രയിൽ സഞ്ചാര പാതയിൽ ആമേൻ ഞാൻ ഒറ്റയ്ക്കല്ല ആമേൻ അമരക്കാരനായ കർത്താവ് എൻ്റെ കൂടെയുണ്ട് പ്രൈസ് ദി ലോർഡ് എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്നെയും നിന്നെയും കരുതുന്നൊരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ആമേൻ കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും ആമേൻ ഒറ്റപ്പെടലുകളും നിന്ദകളും ഇല്ല എന്നല്ല ആമേൻ അത് ഉള്ളത് കൊണ്ടാണ് ആമേൻ ഹല്ലേലൂയ ആമേൻ ലോകം നിന്നെ തള്ളിക്കളയുമ്പോൾ ആമേൻ തള്ളിക്കളയാതെ വണ്ണം നിന്നെ ചേർത്ത് നിർത്തുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം അത് തിരിച്ചറിയുന്നവർ ആമേൻ ഇന്ന് രാത്രിയിലും സ്തുതിച്ചാട്ടെ എനിക്കറിയത്തില്ല ആമേൻ ആരൊക്കെയോ കളയപ്പെട്ടവരാ ആമേൻ ആരെയൊക്കെയോ എവിടെയൊക്കെ ആമേൻ ആമേൻ വെളിം പ്രദേശത്ത് തള്ളിക്കളഞ്ഞവരാ ആമേൻ നിങ്ങൾ ഭാരപ്പെടണ്ട നിരാശപ്പെടണ്ട തള്ളിക്കളഞ്ഞ നിന്നെ ആമേൻ ആർക്കും വേണ്ടാത്ത നിന്നെ ഒരുവൻ ആവശ്യമുണ്ട് ആമേൻ ലോകം നിന്നെ തള്ളിക്കളയട്ടെ കാരണം ദൈവത്തിന് നിന്നെ ആവശ്യമാണ് ദൈവത്തിന് ആവശ്യമുള്ളവരെ ലോകം തള്ളും ഭർത്താവ് തള്ളും മാതാപിതാക്കൾ തള്ളും മക്കൾ തള്ളും ആമേൻ കൂട്ടുകാർ തള്ളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നീ തള്ളപ്പെടും അങ്ങനെ തള്ളപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചോളണമേ ആ തള്ളപ്പെട്ട നിന്നെ ആർക്കാവശ്യമെന്നറിയാവോ സ്വർഗത്തിലെ അപ്പൻ ആവശ്യമുണ്ട് കാരണം ആമേൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കി നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ നിന്നെ അനേകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ ജൂഡാമനാം അന്തരകൽക്കടകസി നീ ആയിരിക്കുന്ന നിന്റെ പട്ടണത്തിൽ നീ ആയിരിക്കുന്ന നിന്റെ ദേശത്ത് നീ ആയിരിക്കുന്ന നിന്റെ തൊഴിൽ മേഖലയിൽ നീ ആയിരിക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് എനിക്കറിയത്തില്ല ഏതൊക്കെയോ മേഖലകൾക്കകത്ത് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ദൈവത്തിന് നിന്നെ ഒരു മൂർച്ചേറിയ മെതിവണ്ടിയാക്കി തീർക്കുവാൻ ആമേൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ആയുധമാക്കുവാൻ ആമേൻ ചിലർക്ക് നീ ഒരു അനുഗ്രഹമായി തീരുവാൻ പോകുന്നു എനിക്കറിയത്തില്ല ആർക്കൊക്കെയോ നീ ഒരു അനുഗ്രഹമായി മാറുവാൻ പോകുന്നു ആമേൻ നീ ഒരു ശാപമെന്ന് പറഞ്ഞു ആമേൻ നീ
ഒന്നിനും കൊള്ളരുതാത്തവളെന്ന് പറഞ്ഞു, നിന്നെ കൊണ്ട് ഒന്നിനും പ്രയോജനമില്ലെന്ന് പറഞ്ഞു നിന്നെ ആരൊക്കെയോ മാനുഷികമായി വിധി എഴുതുന്നുണ്ട്. ജൂഡമന അഥനഘടക ശംതനാരകൽ കടകസി ശംതാന ഓറമനക ജിയാംതേനെ ധീപൽ കടക ശംതാനഘടകധനഘടകസി. എനിക്കറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വിവാഹം കഴിഞ്ഞ നാളിൽ നിനക്ക് രോഗമില്ല, നിനക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞു ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോൾ നിന്റെ ശരീരത്തിനകത്തുള്ള ചില രോഗങ്ങൾ പുറത്തു വരുവാൻ തുടങ്ങി. അന്ന് മുതൽ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടേക്കുവാ. നീ കരയുന്നുണ്ട്. ഇവിടെ നിന്നൊന്ന് ഓടി രക്ഷപ്പെടുവാൻ പറ്റിയെങ്കിൽ, മരണത്തിന് നീ കൊതിക്കുന്നുണ്ട്. എൻ്റെ ജീവനെ ഒന്ന് എടുത്തെങ്കിൽ, ഇവരുടെ മുമ്പിൽ ഞാനൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ. കാരണം ചില ഒറ്റപ്പെടുത്തലുകൾ, ചില ഏകാന്തതകൾ നിന്നെ വല്ലാതെ മാനസികമായി തളർത്തുന്നുണ്ട്. കർത്താവ് പറയുന്നു, ഈ രോഗം, ഈ ദീനം മരണത്തിനായിട്ടല്ല, ലാസർ പുറത്തു വരുന്നത് പോലെ നീ ശക്തിയായി പുറത്തു വരുവാൻ പോകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ ഭാവിയിലെ ഞെരുക്കം നീ പുറത്തു വരുവാൻ വേണ്ടിയാ. ഒരു ഭാവി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഏജ് ഓവറായിട്ട് നീ ഇരുന്ന് കരയുന്നില്ലേ? ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, എന്തുകൊണ്ടാണ് നീ ഇത്രത്തോളം ലേറ്റായതെന്ന് അറിയാവോ? നിന്നിലൂടെ ഒരു മഹത്വം വെളിപ്പെടേണ്ടതുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിലൂടെ. ജൂഡാമന അഥനഘടക ശംതന രകൽഘടക. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും നാൾ നീ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. വെയിറ്റ് ചെയ്തത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും. കാരണം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, കാത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഹല്ലേലൂയ. കാത്തിരിപ്പ് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. മുൻപിൽ ഏതെങ്കിലും വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും. ഇതാണോ ആ കാത്തിരിപ്പിന്റെ പ്രതിഫലം? ആ കാത്തിരിപ്പിന്റെ റിസൾട്ട് ഇതാണോ? നോ. ഇതുവരെയും വന്നതൊന്നുമല്ല നിന്റെ കാത്തിരിപ്പിന്റെ റിസൾട്ട്. അത് വന്നുകൊണ്ടിരിക്കുക. ജൂഡമന അന്തന രകൽ പ്രൗഢമന ദീപലഘടക ശംതാരകധനഘടകസി. നീ വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ, ഏറ്റവും ടേസ്റ്റി ആയത്, ഏറ്റവും അനുഗ്രഹമായത്, ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്തത്, ഇതുവരെയും ആരുടെയും സ്വപ്നത്തിൽ ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിൽ സ്വർഗത്തിലെ അപ്പൻ നിന്നെ മാനിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. അതേ, ഒരു മാന്യത നിന്റെ ജീവിതത്തിനകത്ത് നൽകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതേ കുഞ്ഞെ, നിന്റെ ജീവിതത്തിനകത്ത് നിന്നോടാ നിന്റെ ജീവിതത്തിനകത്ത് ഒരു മാന്യത നൽകുവാൻ ഇതുവരെയും ആ മാന്യത നിന്റെ ജീവിതത്തിനകത്ത് ആരും തരുന്നില്ല. ഒരു അംഗീകാരം തരുന്നില്ല. നിന്റെ മിനിസ്ട്രിയുടെ നിന്റെ ശുശ്രൂഷയിൽ നിനക്കൊരു മാന്യത തരുന്നില്ല. നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു മാന്യത നിനക്ക് തരുന്നില്ല. ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ നിനക്കൊരു മാന്യത ലഭിക്കുന്നില്ല. കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആ മാന്യത എൻ്റെ അപ്പൻ നിനക്ക് നൽകുവാൻ പോകുന്നു. ജൂഡമന ലോകം തരണ്ട. ഹല്ലേലൂയ. ലോകം നിനക്ക് തരണ്ട. പക്ഷെ സ്വർഗത്തിലെ അപ്പൻ നിനക്ക് തന്നാലുണ്ടല്ലോ, അത് ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്തത്, അത് ആർക്കും അപകരിച്ചു കൊണ്ടുപോകുവാൻ പറ്റാത്ത തരത്തിൽ ഒരു വലിയ മാന്യത സ്വർഗത്തിലെ അപ്പൻ നിനക്ക് നൽകുവാൻ പോകും. നമ്മളിവിടെ വായിച്ചു കേട്ടു, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ഇതൊരു പ്രവചന ദൂതാ കേട്ടോ. എനിക്കറിയത്തില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകുവാൻ പോകുന്ന ഒരു പ്രവചന ദൂതായിട്ടാ ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകിയത്. ഇത് ആർക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. എനിക്കറിയത്തില്ല ആരൊക്കെ ഭയപ്പെട്ടായിരിക്കുന്നു നാളെയെക്കുറിച്ച്. ഇന്ന് വൈകുന്നേരത്തെ ഓർത്ത്, ഇന്ന് രാത്രിയെ ഓർത്ത്, നാളെ പകലിനെ ഓർത്ത്, ഈ മാസത്തെ ഓർത്ത് ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്, ആരൊക്കെ തളരുന്നുണ്ട്, ആരൊക്കെ നിരാശപ്പെടുന്നുണ്ട്. ജൂഡമന ഹന്തന രകൽ പ്രൗഢമന അധുരകരകധനഘടക ശംതനാരകൽ കടകസി. അവരോട് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിനാൽ തന്നൊരു ദൈവിക ആലോചനയാണ്. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഹല്ലേലൂയ. യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ വാക്കാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യോസേഫിൻ്റെ നാവിനോട് കൂടെ ഇരുന്ന് തൻ്റെ സഹോദരങ്ങൾക്ക് കൊടുത്തൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും. എനിക്കറിയത്തില്ല ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്, എന്തിനെയൊക്കെ ഓർത്ത്, സാമ്പത്തികത്തെ ഓർത്ത്, ഏതൊക്കെയോ നിയമങ്ങളെ ഓർത്ത്, രാജ്യത്തിൻ്റെ നിയമങ്ങളെ ഓർത്ത്. ജൂഡമന ഹംദന രകൽ കടകസി. ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നൊരു ദൂത
ആമേൻ നീ ആ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും പോറ്റി പുലർത്തുവാൻ ജൂഡാമന അതരഘടക ശന്തന. അതേ മാതാവേ, നിന്റെ മകനും മകളും കടന്നുപോയില്ലേ? അതേ മാതാവേ, നിന്റെ മകൾ കടന്നുപോയില്ലേ? നിന്റെ മകൻ കടന്നുപോയില്ലേ? നിന്റെ ഭർത്താവ് കടന്നുപോയില്ലേ? ആ രാജ്യത്ത് ആമേൻ, അതേ ആമേൻ, കർത്താവ് പറയുന്ന ദൂത നിന്നോട് അതേ പിതാവേ, അതേ മാതാവേ, അതേ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയുന്ന ദൂത നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി പുലർത്തുവാൻ ആമേൻ കഴിവുള്ളൊരു ദൈവത്തെ മുറുകെ പിടിച്ചാൽ ആമേൻ നിശ്ചയമായും ആ രാജ്യം ആമേൻ നിനക്ക് ആമേൻ ഹല ഉറപ്പുള്ളൊരു പട്ടണമായി ജൂഡാബന റബാലകസിയാംതേനെ റകനഘടക ശംതനാരകൽ കടകസി. അതേ ആ രാജ്യം നിനക്കൊരു ഉറപ്പുള്ള പട്ടണമായി മാറുവാൻ പോകുന്നു. ജൂഡമന ഹദാന ഘടക ശംതന. നിന്റെ കൺഫ്യൂഷൻ അങ്ങ് മാറ്റുക. ആമേൻ പരാജയപ്പെട്ട് തോറ്റോടേണ്ടി വരുമോ? ജോലി ഇല്ലെന്നോർത്ത് നീ കരയണ്ട. നിനക്ക് വേണ്ടി ഇതാ വാതിൽ കർത്താവ് തുറക്കുവാൻ പോകുക. ഓ റമനകസിയ അർത്ഥൽ പ്രൗഢമന ദീപലഘടക ശംതാന രകൽക്കടകസി. നിനക്ക് വാതിൽ സ്വർഗത്തിൽ അപ്പം തുറന്നു വെച്ചിട്ടാ നിന്നെ രാജ്യത്തേക്ക് കർത്താവ് കയറ്റി വിട്ടത്. എനിക്കറിയത്തില്ല, ആ യൂറോപ്യൻ കൺട്രീസിൽ നിനക്കുള്ള വഴി തുറന്നു വെച്ചിട്ടാ കർത്താവ് നിന്നെ അവിടെ കയറ്റി വിട്ടത്. അങ്ങനെയെങ്കിൽ നീ ചില ദിവസങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന നിരാശയുണ്ടല്ലോ, ചില ദുഃഖത്തെ നീ മറക്കുവാൻ പോകുന്നു. ചില കഷ്ടപ്പാടുകളെ നീ മറക്കുവാൻ പോകുന്നു. ചിലതൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടിയാ ചില ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നത്. ചില ഞെരുക്കങ്ങളിലൂടെ നീ കടന്നുപോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് കർത്താവ് നൽകുവാൻ പോകുന്നു. ഏറ്റവും മാന്യമേറിയത്, ഏറ്റവും ശ്രേഷ്ഠമേറിയത്, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തത്, ഇന്ന് വരെയും ആരും കേട്ടിട്ടില്ലാത്തത്. അതേ നിന്റെ മാതാപിതാക്കളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, നിന്റെ തലമുറകളെ രാജ്യങ്ങൾ കടന്നെത്തിക്കാമെന്ന്. അങ്ങനെയെങ്കിൽ മാതാവേ, നിന്റെ തലമുറ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, അതേ കുഞ്ഞെ നീ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ മാനിക്കുവാൻ പോവുകയാ. ജൂഡാമന അത്തരഘടകസി. ഇന്നുള്ള വരൾച്ചയോർത്ത് നീ ഭാരപ്പെടണ്ട, ഇന്നുള്ള മരുഭൂമി ഓർത്ത് നീ ഭാരപ്പെടണ്ട, ഇന്നുള്ള നിന്നയോർത്ത് നീ ഭാരപ്പെടണ്ട. ആരൊക്കെയോ നിന്നെ നിന്ദിക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ പോരെയായിരുന്നോ? ഇവിടെ വർക്ക് ചെയ്താൽ പോയായിരുന്നോ? എന്തിനാ സമ്പാദിക്കാൻ നീ ഓടിയതാണോ? മനുഷ്യർ പറയും. പക്ഷേ വാക്തത്വം മറ്റൊന്ന ജൂഡാമന ഹംദന ഹദൂനി റേ തേലഘടക ശംദനാരകൽ കടകശി. വാക്തത്വം മറ്റൊന്ന ഹല്ലേലൂയ. മറ്റൊരു ദൂതുകൂടെ കർത്താവ് എന്നോട് കൈമാറുന്നു. ഒരു സഹോദരി ഹല്ലേലൂയ US-ന്റെ പ്രദേശത്തിൽ നിന്ന് വല്ലാതെ ഞെരങ്ങുന്നുണ്ട്. കാരണം എന്താ? ജോലിക്ക് ഇറങ്ങുവാൻ കഴിയുന്നില്ല. ജോലി സ്ഥലത്ത് എത്തുമ്പോൾ നീ വല്ലാതെ മാനസികമായി തകരുന്നുണ്ട്. വല്ലാത്ത ജോലിയുടെ കഠിനത. ജോലി സ്ഥലത്ത് നിനക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. രോഗം പലപ്പോഴും പല ചെക്കപ്പുകൾ ചെയ്തു. ചില ചെറിയ രോഗങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ടെങ്കിലും പക്ഷെ നിനക്ക് ജോലി ചെയ്യുവാൻ പറ്റാത്ത തരത്തിലുള്ള രോഗമല്ല അത്. പക്ഷേ നിന്നെ അവിടെ വീഴ്ത്തിക്കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്നുണ്ട്. ആരൊക്കെയോ ചേർന്ന് നിന്നെ അവിടെ നിന്ന് പുറത്താക്കുവാൻ ചൂടമന അന്തനാരകൽക്കടകസി. എനിക്കറിയത്തില്ല ആരോടോ നിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചതാ, നിന്നെ ഇവിടെ ഞാൻ നിർത്തത്തില്ല, നീ ഈ രാജ്യത്ത് തെണ്ടുന്നത് ഞാൻ കാണിക്കും. നോ 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 നോ. നിന്റെ ചവിട്ടുപടിയാ, ആ ശാപം നിന്റെ ചവിട്ടുപടിയാ. ജൂഡമനകസിയ അർത്ഥപ്രൗഢമന ദീപലഘടക ശംദനാരകൽക്കടകസി. നിന്റെ ആ കുടുംബ ജീവിതത്തെ പൊളിക്കുമെന്ന്, ആ രാജ്യത്ത് തന്നെ നിന്നെ മുച്ചോടെ മുടിക്കുമെന്ന് ആരൊക്കെയോ വാദിക്കുന്നുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ഒരു പ്രതിയോഗി എഴുന്നേറ്റിട്ടുണ്ട്. ജൂഡാമന തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിനക്ക് വിരോധമായി കുഴിക്കുന്ന ചില കുഴികൾ ജൂഡാമന ഹാമാൻ മോർദെഖായിക്ക് നേരെ കഴുകുമരം ഒരുക്കിയപ്പോൾ ഹല്ലേലൂയ മോർദെഖായിക്ക് പകരം ഹാമാനെ ആ കഴുകുമരത്തിൽ കയറ്റിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നു. ഈ കഴുകുമരം ശത്രുവിനുള്ളതാ, നിനക്കല്ല. നിനക്ക് വിരോധമായി ഒരുക്കിയ കഴുകുമരം അത് നിനക്കുള്ളതല്ല, അത് ശത്രുവിനുള്ളതാ. ജൂഡാമന ഹദനഘടക ശംദനാരകൽ കടകശി. എനിക്കറിയത്തില്ല നിന്റെ കുടുംബ ജീവിതത്തെ ദൃഷ്ടി വെച്ച് ഒരു വ്യക്തി വല്ലാതെ ചരട് വലിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു ഹാമാൻ മാറുവാൻ പോകുക. ജൂഡാമന ഹദനഘടകസി. നിന്റെ ജീവിതത്തിന് നേരെയുള്ള, നിന്റെ കുടുംബ ജീവിതത്തിന് നേരെയുള്ള, നിന്റെ തലമുറയ്ക്ക് നേരെയുള്ള ജൂഡാമന വൈഡാമന റേ സേ ധേനകസിയാം തേരെ റമാനഘടക ഷിയാം താന റേ തേലഘടക ശംദന. നിന്റെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായുള്ള ചില ഹാമാന്മാരെ പരിശുദ്ധാത്മാവ് പറിച്ചു മാറ്റുകയാ. ജൂഡാമന അധുനകരകടക ശംദനാരകൽ കടകസി അർത്ഥപ്രൗഢവന ദീപലഘടക ശംദന. നിനക്ക് മാത്രമാ ഫൈറ്റിംഗ്. നീ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട് അവിടെയുള്ള മറ്റാർക്കും ഈ ഫൈറ്റിംഗ് ഇല്ല, മറ്റാർക്കും ഈ പ്രശ്നമില്ല, മറ്റാർക്കും ഈ രോഗമില്ല. പക്ഷേ എനിക്കെന്ത് നീ ഭയപ്പെടേണ്ട, ഉറച്ചു നിന്നോ. ആരോ നാട്ടിൽ കയറി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് രോഗനിമിത്തം. നോ 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 നോ. നീ വരരുതേ. നീ വന്നാൽ പട്ടുപോകും. കർത്താവ് നിന്നെ അവിടെ നിർത്തിയിരിക്കുന്നതാ.
ജൂഡമന ഹംദനാരകൽ കടകസി ആരുടെയൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആരുടെയൊക്കെയോ ആമേൻ 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 വല്ലാത്ത ആമേൻ ഇറിറ്റേഷൻ കാരണം നീ അവിടെ നിന്ന് നിർത്തി മതിയാക്കി നാട്ടിൽ വരുവാൻ പദ്ധതി ഒരുക്കുന്നുണ്ട്. ഇവിടെ കിടന്ന് ചാകുന്നതിനേക്കാൾ ഇവിടെ കിടന്ന് മരിക്കുന്നതിനേക്കാൾ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ വന്നൊരു മരണം മതി. നോ 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 ആമേൻ. കർത്താവ് പറയുന്നത് ആമേൻ നിന്നെ അവിടെ മാനിക്കാമെന്ന് പറഞ്ഞത് നിന്നെ കയറ്റിവിട്ടത്. അങ്ങനെയെങ്കിൽ ആമേൻ ഹല്ലേലൂയ നീ അവിടെ മാനിക്കാൻ പോവുകയാ. ജൂഡമന അതുനവരകടക ശബ്ദനാരകൽ കടകസി മാനിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ നീ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുക. നിന്നെ ആ ദേശത്ത് ജൂഡമന നിന്നെ ഓടിക്കുവാൻ നോക്കുന്ന ദേശത്ത് നിന്നെ പൊളിച്ചു കളയുവാൻ നോക്കുന്ന ദേശത്ത് ജൂഡമന അതനഘടക ശബ്ദനാരകൽ കടകസി കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുന്നു. ഈ ദിവസങ്ങളിലുള്ള ചില ശൂന്യതകളെ കണ്ട് എനിക്കും എൻ്റെ കുഞ്ഞുകുട്ടികൾക്കും എങ്ങനെ പോറ്റുപുലർത്തി എന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയും? കർത്താവ് പറയുന്നു ആമൻ യോസേഫിന്റെ മേൽ അധികാരം നൽകി തൻ്റെ സഹോദരന്മാർക്ക് ഉറപ്പ് കൊടുത്ത ദൈവം നിന്നോടും ആ വചനത്തിലൂടെ പറയുന്നു ഭയപ്പെടേണ്ട ആമേൻ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും രക്ഷിക്കും. ആമേൻ പോറ്റി രക്ഷിക്കും. ആമേൻ നിനക്ക് വേണ്ടത് നൽകി നിനക്ക് വേണ്ടത് നൽകി നിനക്ക് ഭക്ഷിപ്പാൻ ആഹാരം നൽകി നിനക്ക് ഉടുക്കുവാൻ വസ്ത്രം നൽകി നിനക്ക് വേണ്ട ചികിത്സ നൽകി നിനക്ക് വേണ്ട എല്ലാ ഉയർച്ചകളെയും നൽകി. റമാന ഷേംദേനെ രകൽക്കടകശി അറിയത്തില്ല ആമേൻ എനിക്കറിയത്തില്ല ആരൊക്കെയോ കരയുന്നുണ്ട്. ഓ ഹല്ലേലൂയ എനിക്ക് വേണ്ടതെല്ലാം ലഭിക്കുമോ? എനിക്ക് പുറത്തു വരുവാൻ കഴിയുമോ? എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ? എൻ്റെ കുടുംബം ഒന്ന് രക്ഷപ്പെടുവാൻ കഴിയുമോ? ജൂഡമന ഹതനഘടകശി പ്രതികൂലത്തിന്റെ നടുവിൽ നാല് പാട് നിന്നും ആൺമേൻ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് നിമിത്തം ജൂഡമന അന്തന ഹദൂനി റേ ഥേലഘടക ശബ്ദന വല്ലാതെ നീ ഞെരുങ്ങുന്നുണ്ട്, വല്ലാതെ നീ പ്രയാസപ്പെടുന്നുണ്ട്, വല്ലാത്തൊരു ഞെരുക്കം, വല്ലാത്തൊരു നിന്ന, വല്ലാത്തൊരു പ്രതിസന്ധി. ഇതുവരെയും അവൻ നീ കടന്നു പോകാത്ത മാനസിക സംഘർഷത്തിലൂടെ അതേ സഹോദരി നീ കടന്നു പോകുന്നു. നിന്റെ കുടുംബ ജീവിതത്തെ ഓർത്ത് നിന്റെ തലമുറയെ ഓർത്ത് നീ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു. ഞാനിവിടെ കടന്നു വന്നല്ലോ, എനിക്കും എൻ്റെ കുടുംബത്തിനകത്തും ആമൻ എനിക്കും എൻ്റെ തലമുറയ്ക്കും ഒരു രക്ഷപ്പെടൽ ഉണ്ടാകുമോ? ഒരു ഉയർച്ചയുണ്ടാകുമോ? ആമേൻ ഹല്ലേലൂയ. ആമൻ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു ദൂതത ആമൻ നിന്നെയും നിന്റെ കുടുംബത്തെയും അവൻ പോറ്റി രക്ഷിക്കും. ജൂഡാമന അതുനഗരകതനഘടക ശബ്ദനാരകൽ കടകശി അർത്ഥപ്രൗഢമന മറ്റുള്ളവർ വെയിറ്റ് ചെയ്ത് ഒത്തിരി കാലം ഇരിക്കുമ്പോൾ ആമൻ നിന്റെ കുടുംബത്തെ അവിടെ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദൈവ പ്രവർത്തിക്കുക. ജൂഡമന ഹംദന ഹദൂനി രകാല ഘടക ശബ്ദനാരകൽ പ്രൗഢമന അതുനഗരകതനഘടക ദീപൽ പ്രൗഢ ശബ്ദാരകതനഘടകശി. അതേ ചില വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കുവാൻ പോകുന്നു. ആമേൻ ഹല്ലേലൂയ. കർത്താവ് എന്നോട് ആരോടൊക്കെ ദൂതി പറയുന്നു. ആമേൻ ആമേൻ ആർക്കൊക്കെയോ വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. ചില ഓപ്പണിങ്ങുകൾ ആമേൻ തൊഴിൽ മേഖലയിലെ ചില ഓപ്പണിങ്ങുകൾ. ജൂഡമന അതുനഗരകതനഘടക ശബ്ദനാരകൽ കടകശിയ അർത്ഥപ്രൗഢമന ദീപല ഘടക ശബ്ദാനാരകൽ കടകശിയ. ചില ബാധ്യതകളെ മാറ്റിയുള്ള ചില പുതിയ ഓപ്പണിങ്ങുകൾ, ഇതുവരെയും വിൽക്കാത്ത ചില വസ്തുക്കൾ ആമൻ സ്വർഗത്തിലെ ദൈവം വിൽക്കുവാൻ പോകുക. ജൂഡമന അതുന റാസിയാം തേനെ റീകാലഘടക ശബ്ദനാരകൽ കടകശി. വർഷങ്ങൾ കൊണ്ട് നീ അനുഭവിക്കുന്ന ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ ആമൻ ആമൻ വർഷങ്ങൾ കൊണ്ട് ആമൻ പാരമ്പര്യമായി അനുഭവിക്കുന്ന ചില അലർജികൾ. ഓ ഹല്ലേലൂയ. ആമൻ വല്ലാത്ത അലർജി രോഗങ്ങൾ ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുക. നടുവേദന, അസഹനീയമായ നടുവേദന, നിനക്ക് നിൽക്കുവാനോ ഇരിക്കുവാനോ കിടക്കുവാനോ കഴിയുന്നില്ല. ഡോക്ടറെ കാണുന്നു, മരുന്ന് മേടിക്കുന്നു, ഒത്തിരി ആമൻ വേദന സംഹാരികൾ നീ പുറമേ ഇട്ടു, ആമൻ ഒത്തിരി നീ കഴിച്ചു, ഒരു വിടുതൽ കാണുവാൻ കഴിയുന്നില്ല. കർത്താവ് പറയുന്നു ഇതൊരു പൈശാചിക ബന്ധനമാ. നിന്നെ തളർത്തിക്കളയുവാൻ, നിന്നെ ഒടുക്കിക്കളയുവാൻ, ആമൻ ദേശത്ത് നിന്നെ തല ഉയർത്തി നടത്തുവാൻ കഴിയാതെ വണ്ണം ആമൻ നിന്നെ അവിടെ ഒതുക്കിക്കൂട്ടുവരുവാൻ വെല്ലുവിളിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഇന്ന് രാത്രി ഒരു വിടുതൽ നിന്റെ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. ജൂഡാവന അന്തന ഹദുനക സിയാംതേനെ റേത്തേലഘടക ശബ്ദനാരകൽ കടകശി. വർഷങ്ങളായുള്ള നിന്റെ ആമൻ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് പരിശുദ്ധാത്മാവ് അടിസ്ഥാനമിടുവാൻ പോകുന്നു. ഊറമനക സിയാംതേനെ റേത്തേലഘടക ശബ്ദനാരകൽ കടകശി. എനിക്കറിയത്തില്ല ആരൊക്കെയോ ഭവനങ്ങളുടെ അടിസ്ഥാനം ഇടുവാൻ പോകുന്നു. വിശ്വാസത്താൽ നീ തുടങ്ങ്. ആമൻ വിശ്വാസത്താൽ നീ തുടങ്ങ്. നിന്റെ കയ്യിലുള്ള അല്പത്തെ അധികമാക്കി നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ആമൻ നിന്റെ കയ്യിലുള്ള അല്പത്തെ അധികമാക്കി നൽകുന്ന ദൈവം നിന്നെ പോറ്റി പുലർത്താമെന്ന്, നിന്നെ രക്ഷിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് വിശ്വാസത്തോടെ അടിസ്ഥാനം ഇടുവാൻ സ്വർഗത്തിലെ അപ്പൻ ആലോചന തന്നുവെങ്കിൽ ആമൻ നീ വിശ്വാസത്തോടെ ആരംഭം കുറിച്ചോ. സ്വർഗത്തിലെ അപ്പൻ നിനക്ക് ഭവനത്തെ നൽകുവാൻ പോകുന്നു. വർഷങ്ങൾ കൊണ്ട് ആമൻ നീ വിദേശ രാജ്യത്ത്, വർഷങ്ങൾ കൊണ്ട് നീ നെയ്തെടുക്കുന്ന സ്വപ്നമാ സ്വന്തമായൊരു ഭവനം. ആമേൻ ഹല്ലേലൂയ. നാട്ടിൽ സ്വന്തമായൊരു ഭവനം. ആമൻ ഇവിടത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ആമൻ നാട്ടിൽ പോയെന്ന് സെറ്റിലാക്കുവാൻ ഒത്തിരി കാലം കൊണ്ട് നീ ആഗ്രഹിക്കുക. ആമൻ പലപ്പോഴും നന്മകളെ സ്വരൂപിച്ച് നീ
ചെയ്യുമ്പോൾ കുടുംബത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞ് ആമൻ പിശാചിനെ കലക്കിക്കളയും. നിന്റെ സ്വപ്നത്തെ ഒറ്റ നിമിഷം കൊണ്ട് അതൊരു ബന്ധനമാണ് കേട്ടോ. അങ്ങനെ നിന്റെ കുടുംബത്തിനകത്തു നിന്ന് നിന്റെ നന്മയെ കവരുവാൻ വരുന്ന ഫോൺ കോളുകൾ ഉണ്ടല്ലോ, അതൊരു ബന്ധനമാണ് കേട്ടോ. അതൊരു വല്ലാത്തൊരു പൈശാചിക പോരാ. നിനക്ക് പ്രാപിക്കാതിരിക്കുവാൻ, നിനക്കും നിന്റെ കുഞ്ഞുകുട്ടികൾക്കും നിന്റെ കുടുംബത്തിനകത്തും ഒരു ശേഷിപ്പ് വരാതിരിക്കാൻ വെല്ലുവിളിക്കുന്ന ഒരു പാരമ്പര്യ ശക്തിയുണ്ട്. അത് തിരിച്ചറിഞ്ഞോ? അതേ സഹോദര, നീ തിരിച്ചറിഞ്ഞോ? അതേ സഹോദരി, നീ തിരിച്ചറിഞ്ഞോ? നിന്റെ നന്മയെ കൊള്ളയടിക്കുന്ന ഒരു പിശാച, ആ ഫോൺ കോളുകൾ ഒരു നന്മയെ കൊള്ളയടിക്കുന്ന ഒരു പിശാച. അതിനെ നീ റിജക്ട് ചെയ്ത് കള. സ്വർഗത്തിലെ അപ്പൻ നിനക്ക് സ്വന്തമായത് ജൂഡാമന അഥനഘടക വാടകയും ഒറ്റയൊന്നും അല്ലെന്നേ. സ്വന്തമായത് ഊറമന ശംതേനെ റീഖാലഘടക ശംതന രകൽഘടകസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംതാന രകൽഘടകസി. സ്വന്തമായത് കർത്താവ് നൽകുവാൻ പോകുന്നു. കൂലിക്കല്ല, ആരുടെയും ഔദാര്യ ആരുടെയും കരുണ കൊണ്ട് ലഭിക്കുന്നതല്ല. ചിലതൊക്കെ കർത്താവ് നൽകുവാൻ പോകുന്നു, ചില പാരമ്പര്യ സ്വത്തുക്കൾ. ജൂഡാമന അഥുനകരകടക ശംതനാരകൾ കടക ഒരിക്കലും നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞു, ഒരിക്കലും നിനക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. നീ ആയതുകൊണ്ട് നിനക്ക് മാത്രം തരത്തില്ലെന്ന് പറയുന്ന ചില ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവ് പൊളിക്കുവാൻ പോവുക. ജൂഡാമന അഥനഘടക ശംതനാരകൾ കടകസി. ഒരു സഹോദരിയുടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ദൂത് പറയുവാൻ പോകുന്നു. നീ ആ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പറക്കുവാൻ പോകുന്നു. ജൂഡാമന അഥൂന റേഥേലഘടക ശംതനാരകൾ കടകസി അർത്ഥപ്രൗഢവന ദീപലഘടകസിയ അഥൂനവൽ പ്രൗഢവന. നിന്നോട് നീ അപ്പൊ പറയുന്നുണ്ട്, അയ്യോ സിസ്റ്റർ ഇത് എന്നോടാണ്. അതേ നിന്നോടാ സഹോദരി പറയുന്നത്. നീ ആ രാജ്യം വിട്ട് പറക്കുവാൻ പോകുന്നു. ജൂഡാമന ഹതനഘടകസി. നിന്റെ ഒത്തിരി കാലത്തെ കണ്ണുനീര്, 3 വർഷം കൊണ്ട് നീ കരയുന്ന കണ്ണുനീരാ, 3 വർഷം കൊണ്ട് നീ ശ്രമിക്കുന്നതാ. ദൈവഹിതമാണോ നീ കൺഫ്യൂഷൻ അടിക്കുന്നു. കർത്താവ് പറയുന്നു, ഇത് ദൂത നീ രാജ്യം വിട്ട് രാജ്യങ്ങളിലേക്ക് പറക്കുവാൻ പോവുകയാ. ജൂഡാമന അഥനഘടക ശംതനാരകൾ കടകസി. നിനക്കും നിന്റെ കുഞ്ഞുകുട്ടികൾക്കും നിന്നെ പോറ്റി പുലർത്തി നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നോടാ ദൂത് പറഞ്ഞേ, നിന്നെയും നിന്റെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുന്ന ഒരു ദൈവം, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി ഒരുക്കുന്ന കരുതൽ, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയൊരു വിടുതലിന്റെ വലിയൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഈ ദിവസങ്ങളിൽ നീ അത് പ്രാപിക്കുവാൻ പോകുക. ഒത്തിരി നാളത്തെ കണ്ണുനീര്, ഒത്തിരി നാളത്തെ ആഗ്രഹം, ഒത്തിരി നാളത്തെ പ്രതീക്ഷകൾക്ക് സ്വർഗത്തിലെ അപ്പൻ പൂർത്തീകരണം സംഭവിക്കുവാൻ പോകുന്നു. ജൂഡാമന അഥുനകരകടക ശംതനാരകൾ കടകസി. ചില നഷ്ടങ്ങളെ ഓർത്തുള്ള കരച്ചിലുകളെ നിർത്തുവാൻ പരിശുദ്ധാത്മാവ് ആരോടോ ദൂത് പറയുക. ചില നഷ്ടങ്ങളെ ഓർത്തുള്ള കരച്ചിലുകൾ, ആരോഗ്യം നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, കയ്യിലെ നന്മകൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, ഹല്ലേലൂയ. കർത്താവ് നിന്നെ ഒരു മെതിവണ്ടിയാക്കുവാൻ പോകുന്നു, നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു, നിനക്കൊരു മാന്യതയുടെ പുതപ്പ് നൽകുവാൻ പോകുന്നു, ഇതുവരെയും ആരും കണ്ടിട്ടില്ലാത്തത്. ഹല്ലേലൂയ. ജൂഡാമന ശംതാന രകൽ കടകസി. ഒരുമിച്ച് കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ തൊടുവാൻ പോകുന്നു. നിങ്ങളുടെ തൊഴിലിനെ, കുടുംബ ജീവിതത്തെ, തലമുറയെ, സാമ്പത്തിക വിഷയത്തെ, വിൽക്കാനുള്ള ചില പ്രോപ്പർട്ടീസിന്റെ മേൽ, രോഗങ്ങളുടെ മേൽ, ഓ റമാന ശംതേനെ രകൽ കടകസി റാഥാല റേഖേന ഘടക ശംതന രകൽ പ്രൗഢവന. വാക്തത്വങ്ങളുടെ മേൽ ചില സന്ദർശനങ്ങൾ, ഓരോ വ്യക്തികളുടെ മേലും സന്ദർശനങ്ങൾ. ജൂഡാമന അഥുനകരകടക ശംതന. അപ്പാ ഈ ദൈവത്തിന്റെ ശബ്ദം കേട്ട സകല വ്യക്തികളുടെ മേലും ഇന്ന് രാത്രി ദൈവിക സന്ദർശനം ഉണ്ടാകട്ടെ. ഈ സമയം മുതൽ സ്വർഗത്തിലെ ദൈവം അവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്ത് വലിയ പ്രവൃത്തി ചെയ്യുന്നതിനായി സ്തോത്രം. ആ അത്ഭുതം സംഭവിക്കട്ടെ, ആ അത്ഭുതം അവർ കാണട്ടെ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചില വിടുതലുകൾ, പരിധി വിട്ട് ചില വിടുതലുകൾ രാത്രി സംഭവിക്കട്ടെ. കർത്താവേ, ഈ ജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു. സ്കില്ലിൽ നമ്മുടെ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക. കൂടാതെ ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന, നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ, മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ വളരെ അനുഗ്രഹത്തിനും വിടുതലും ദൈവ പ്രവർത്തിക്കും കാരണമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ദയവായി നിങ്ങൾ ലൈവിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ചയിലും അനുഗ്രഹിക്കപ്പെട്ട സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനായിത്തീരും. പ്രത്യേക അറിയിപ്പുള്ളത്, ദൈവകൃപയാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് ഒരു മീറ്റിംഗ് എല്ലാ സൺഡേയും ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഹാൾ ഒരുങ്ങുവാനും അതിനുവേണ്ട സാമ്പത്തിക നന്മകളെ കർത്താവ് ഒരുക്കുവാനും അതിനുവേണ്ട സ്പോൺസർമാരെ കർത്താവ് ഒരുക്കുവാനും ഒക്കെ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുക. നിങ്ങൾ അതിനുവേണ്ടി സഹകരിക്കുക. തുടർന്നും
പ്രേക്ഷ ഫാമിലിയിലേക്ക്, കാക്കാമുല പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 2 റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം ഭാഗത്തു നിന്നും, നെടുമങ്ങാട് ഭാഗത്തു നിന്നും, മറ്റ് ജില്ലകളിൽ നിന്നും, കൊല്ലം, എറണാകുളം ആ ജില്ലകളിൽ നിന്നൊക്കെ കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് കിഴക്കേക്കോട്ട വന്നിട്ട് ആ കിഴക്കേക്കോട്ട നിന്ന് 2 ബസ് റൂട്ടുണ്ട്. ഒന്ന് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമ്പല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരിക. 2 തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരിക. നെയ്യാറ്റിങ്കര ഭാഗം, തമിഴ്നാടിൻ്റെ ഭാഗം, കാഞ്ഞിരംകുളം ഭാഗത്തു നിന്ന് കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷ ഫാമിലിക്ക് കടന്നു വരിക. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധമായി ഒത്തിരി കർത്താവ് അമർത്തിക്കുലുക്കി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.